ഓം ശ്രീ സായിരാം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം നമ്മള് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ച് ശ്രോത്രം ത്വക്ചക്ഷു രസന ഘ്രാണമിതി പഞ്ചജ്ഞാനേന്ദ്രിയാണി. ശ്രോത്രസ്യ ദിഗ്ദേവത ത്വചോ വായുഃ ചക്ഷുഷ സൂര്യഃ രസനായ വരുണഃ ഘ്രാണസ്യ അശ്വിനൗ ഇതി ജ്ഞാനേന്ദ്രിയ ദേവതാഃ. ശ്രോത്രസ്യ വിഷയഃ ശബ്ദഗ്രഹണം, ത്വചോ വിഷയഃ സ്പർശഗ്രഹണം, ചക്ഷുഷോ വിഷയഃ രൂപഗ്രഹണം, രസനായ വിഷയഃ രസഗ്രഹണം, ഘ്രാണസ്യ വിഷയഃ ഗന്ധഗ്രഹണം ഇതി. ഇത്രയും വരെയാണ് നമ്മൾ നോക്കിയത്. ഇന്നിപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ചാണ്. എന്താണ് കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നേ? വാക് പാണിപാദ പായൂപസ്ഥാനീതി പഞ്ചകർമ്മേന്ദ്രിയാണി. വാക് പാണിപാദ പായൂപസ്ഥാനീതി പഞ്ചകർമ്മേന്ദ്രിയാണി. എന്തൊക്കെയാണത്? വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അതാണ് വാക് പാണിപാദ പായൂപസ്ഥാനീതി എന്ന് പറഞ്ഞത്. 5 കർമ്മേന്ദ്രിയങ്ങൾ. വാക്ക്, അതായത് സംസാരിക്കാനുള്ള കഴിവ് അഥവാ സംസാരിക്കാനുള്ള ശക്തി, വാക്ക്. നാക്ക്, ഇപ്പോ നാക്ക് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും കൂടെയാണ്. സ്വാദറിയുമ്പോൾ ജ്ഞാനേന്ദ്രിയമായിട്ടും സംസാരിക്കുമ്പോൾ കർമ്മേന്ദ്രിയവുമായിട്ടും പ്രവർത്തിക്കുന്നു. പാണി എന്ന് പറഞ്ഞാൽ കൈകൾ, 2 കൈകൾ, പാണി. പിന്നെ പാദം, 2 കാലുകൾ, പാദം. പായു എന്ന് പറഞ്ഞാൽ മലദ്വാരം, പായു. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം, മൂത്രദ്വാരം എന്നും പറയാം. അതാണ് വാക്, പാണി, പാദ, പായു, ഉപസ്ഥം. 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇത് പുറത്തു കാണുന്ന ഈ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ പുറത്ത് കാണുന്ന ഈ അവയവങ്ങൾക്ക് തന്നെത്താൻ പ്രവർത്തിക്കാൻ കഴിവുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പക്ഷപാതം വന്ന ഒരാളുടെ കയ്യ് അയാൾക്ക് അനക്കാൻ പറ്റില്ല. കണ്ണുണ്ട്, പക്ഷെ പലർക്കും കാണാൻ പറ്റില്ല. ചെവിയുണ്ട്, പലർക്കും കേൾക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അറിയാലോ. അതിന് ആ ശക്തികളും കൂടെ വേണം. അതിന്റെ ശക്തികളും കൂടെ ഉണ്ടെങ്കിലേ ഈ കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പോ വിരലുകൾ പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരുടെ വിരൽ അനക്കാനേ പറ്റില്ല, കൈ ഇങ്ങനെ അനങ്ങാതിരിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ആ ശക്തി അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോ ഓരോ അവയവത്തിനും പിന്നെ ഉള്ളത് ചോയ്സ് ഇല്ല. ഇപ്പൊ കണ്ണുകൊണ്ട് കാണാനേ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് രസം അറിയാൻ പറ്റുമോ? ഇല്ല. ചെവി കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ചോയ്സ് ഇല്ല. ഇന്ദ്രിയങ്ങൾക്കൊന്നും ചോയ്സ് ഇല്ല. അവർക്ക് അവരുടെ പ്രവൃത്തി മാത്രമേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് ശരി, ഞാൻ കുറച്ചു നേരം അത് ചെയ്യാം, നീ കുറച്ചു നേരം ഇത് ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ ഓരോ കർമ്മേന്ദ്രിയത്തിനും സൂക്ഷ്മശക്തിയും വെളിപ്പെടുത്താൻ ഗോളകവും വേണം. ഓരോ കർമ്മേന്ദ്രിയത്തിനും സൂക്ഷ്മശക്തിയുണ്ട് അതിനകത്ത്, പിന്നെ വെളിപ്പെടുവാനായിട്ട് ഗോളകം ഉണ്ട്. അതാണ് പുറത്ത് കാണുന്ന വിഭാഗത്തിനാണ് ഗോളകം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു ഉപനിഷത്തിൽ പഠിച്ചത്. പുറത്ത് കാണുന്ന ഈ അവയവങ്ങളെ ഗോളകം എന്ന് പറയും. ഈ സൂക്ഷ്മമായിരിക്കുന്ന ശക്തി പ്രവർത്തിക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആ അവയവത്തെ ഗോളകം എന്ന് പറയും. ഇനി ഇവിടെ പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയത്തെയാണ്. ദേവത, കർമ്മേന്ദ്രിയ വിഷയ ദേവത. ഓരോ ഇന്ദ്രിയത്തിനും നേരത്തെ നമ്മൾ
ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ദേവത പറഞ്ഞ പോലെ കർമ്മേന്ദ്രിയങ്ങൾക്കും ദേവതകളെ സങ്കല്പിച്ചിട്ടുണ്ട് വേദത്തില്. വാചോ ദേവത വന്നി, വാചോ ദേവത വന്നിഹി, ഹസ്തയോരിന്ദ്ര, ഹസ്തയോരിന്ദ്ര, പാദയോർ വിഷ്ണു, പാദയോർ വിഷ്ണു, പായോർ മൃത്യു, പായോർ മൃത്യു, ഉപസ്ഥസ്യ പ്രജാപതിഃ, ഉപസ്ഥസ്യ പ്രജാപതിഃ ഇതി കർമ്മേന്ദ്രിയ ദേവതാഃ, ഇതി കർമ്മേന്ദ്രിയ ദേവതാഃ. എന്താണ്? വാചോ ദേവത വന്നി. അറിയാലോ വന്നി എന്ന് പറഞ്ഞ വാക്കിന്റെ ദേവത അഗ്നി. അഗ്നിയാണ് വാക്കിന്റെ ദേവത, അഗ്നി. ഹസ്തയോരിന്ദ്ര, കൈകളുടെ ആ ദേവതാശക്തി ഇന്ദ്രനാണ്. കൈകളുടെ ദേവതാശക്തി ഇന്ദ്രനാണ്. അപ്പൊ അത് ശ്രീരുദ്രത്തിനൊക്കെ മഹാന്യാസം എന്ന ഒരു സംഭവം പറയുമ്പോൾ ആ മഹാന്യാസം ചൊല്ലി ശ്രീരുദ്രാഭിഷേകമൊക്കെ തുടങ്ങാൻ നേരത്ത് രുദ്രേകാശിനി പോലുള്ള വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മഹാന്യാസം ലഘുന്യാസം രണ്ടെണ്ണം ഉണ്ട്. മഹാന്യാസം എന്ന് പറയുന്ന സംഭവം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ ശരീരത്തിലെ ജപിക്കാനിരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിലെയും ദേവതകളെ നിങ്ങൾ ഇവിടെ സന്നിഹിതരാകൂ എന്ന് ആവാഹനം ചെയ്തിട്ടാണ് സ്വയം അവനവന്റെ ശരീരത്തെ ദേവതാരൂപത്തിൽ സങ്കല്പിച്ച് ദേവതാ സ്വരൂപമാക്കി സങ്കല്പം കൊണ്ടാക്കിയിട്ടാണ് ആ അഭിഷേകത്തിനുള്ള ജപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് മഹാന്യാസം എന്നുമുണ്ട്, ലഘുന്യാസമുണ്ട്. മഹാന്യാസം വളരെ വിസ്തരിച്ച് ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം ഈശ്വര ചൈതന്യത്തെ ആവാഹിക്കും. ലഘുന്യാസം എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിട്ട് അത് മനസ്സിൽ കൂടി നമ്മളൊരു രീതിയായിട്ട് അത് അങ്ങനെ ചെയ്യും. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ വാക്കിന്റെ ദേവതയെ അഗ്നിയാക്കിയും കൈകളുടെ ദേവതാശക്തിയെ ഇന്ദ്രനായും കാലുകളെ താങ്ങുന്ന, അതായത് കാലെന്താ ശരിക്കും ചെയ്യുന്നേ? നമ്മളെ താങ്ങി നിൽക്കുന്നതാണ് കാല്, അല്ലെ? താങ്ങുന്ന ശക്തിയാ. എല്ലാത്തിനെയും താങ്ങുന്ന വിഷ്ണു ആണ് അവിടെ ദേവത. സർവത്തിന്റെയും ആധാരമായി എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന വിഷ്ണുവാണ് പാദങ്ങളുടെ ദേവതയായിട്ട് എടുത്തിരിക്കുന്നേ. പിന്നെ മലദ്വാരത്തിന് മൃത്യു ആണ് ദേവത. മലദ്വാരത്തിന് പായോർ മൃത്യുഹു, മൃത്യു ദേവതയാണ്. പിന്നെ ജനനേന്ദ്രിയത്തിന് പ്രജാപതിയാണ് ദേവത. ജനനേന്ദ്രിയത്തിന് പ്രജാപതിയാണ് ദേവത. ഇങ്ങനെ കർമ്മേന്ദ്രിയ ദേവതകള്. പിന്നെ എന്താ പറയണേ? വിഷയങ്ങൾ, ഓരോന്നിന്റെയും വിഷയങ്ങളെ പറയുന്നു. എന്താണ് വിഷയങ്ങൾ പറയുന്നേ? വാചോ വിഷയ ഭാഷണം, വാചോ വിഷയ ഭാഷണം, പാണ്യോർ വിഷയ വസ്തുഗ്രഹണം, പാണ്യോർ വിഷയ വസ്തുഗ്രഹണം, പാദയോർ വിഷയ ഗമനം, പാദയോർ വിഷയ ഗമനം, പായോർ വിഷയ മലത്യാഗ, പായോർ വിഷയ മലത്യാഗ, ഉപസ്ഥസ്യ വിഷയ ആനന്ദ ഇതി, ഉപസ്ഥസ്യ വിഷയ ആനന്ദ ഇതി. ഇങ്ങനെയാണ് വിഷയങ്ങളെ പറയുന്നത്. അതായത് വാക്കിന്റെ വിഷയം സംഭാഷണം, വാക്കിന്ദ്രിയത്തിന്റെ വിഷയം സംഭാഷണം, കൈയുടെ വിഷയം വസ്തുക്കളെ ഗ്രഹിക്കൽ, എടുക്കൽ, കൈയുടെ വിഷയം വസ്തുക്കളെ എടുക്കൽ, കാലിന്റെ വിഷയം നടക്കുക, നടക്കൽ, നടപ്പ്, മലദ്വാരത്തിന്റെ വിഷയം മലത്യാഗം, ശരീരത്തിലെ ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടാകുന്ന പുറന്തള്ളേണ്ടതിനെ പുറന്തള്ളുന്ന മലത്യാഗം. ഉപസ്ഥത്തിന് രണ്ട് കാര്യമാണ്, ആനന്ദം പ്ലസ് മൂത്ര വിസർജനം, ജലമായിട്ടുള്ളതിനെ വിസർജിക്കപ്പെടുന്നത്. പിന്നെ ആനന്ദം, അതാണ് പ്രജാപതിയും കൂടെ വെച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ വംശം നിലനിർത്താനായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഉപസ്ഥം. അതില് ഭഗവാൻ ആനന്ദവും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം അതൊരിക്കലും ഇല്ലാതാകരുത് എന്നുള്ള സങ്കല്പത്തിൽ. അതുകൊണ്ടാണ് അതിൽ ആനന്ദത്തെ വെച്ചിരിക്കുന്നത്. അതേസമയം മലത്യാഗത്തിൽ ആനന്ദം ഇല്ലല്ലോ. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതിൽ തന്നെ സൃഷ്ടിയുടെ നിലനിൽപ്പിനെ കുറിച്ച് നമുക്കറിയാം. ഈശ്വരൻ ഈശ്വരൻ നിശ്ചയിക്കുന്ന കാലം അത്രയും ഈ സൃഷ്ടി തുടർന്നു കൊണ്ടുപോകണം എന്ന് ഉള്ള ആ ഈശ്വര സങ്കല്പത്തിന്റെ, ഞാൻ ഫലവാകട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ച ആ സങ്കല്പത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ ജീവികളിലും ഈ ഇണചേരൽ ഒരു ആനന്ദമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാക്കി ഒരു പ്രവൃത്തിക്കും ഈ ആനന്ദമില്ല. അപ്പോ ആ ആനന്ദത്തിൽ കൂടി ഉണ്ടാകുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞ
ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിങ്ങനെ ഈ തലമുറകൾ വന്നുകൊണ്ട് ഒരിക്കലും ഇവിടെ ഇത് നശിക്കുന്നില്ല. എല്ലാ പരമ്പരകളും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു ആനന്ദം ഈ ജനനേന്ദ്രിയത്തിന്റെ അതിൽ വെച്ചിട്ടുണ്ട്. ആ ആനന്ദവും അതിന്റെ ഒരു വിഷയമാണ് ഉപസ്ഥത്തിന്റെ. ഇനി അടുത്തത് ഇവിടെ പറയുന്ന ഈ ഗ്രന്ഥത്തില് പറഞ്ഞിട്ടില്ലെങ്കിലും ഗുരുനാഥൻ ഈ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, 5 പ്രാണന്മാരെ കുറിച്ച്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കാണില്ല, പക്ഷെ ഇവിടെ ഗുരുനാഥൻ അത് 5 പ്രാണനെയും കൂടെ ഇവിടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യരുടെ അതിനകത്ത് ഉണ്ട്. 5 പ്രാണനെ കുറിച്ചും കൂടി പറയുന്നു. പ്രാണൻ എന്നാൽ എന്ത്? ഇവിടെ ചോദ്യം വരികയാണ്, പ്രാണൻ എന്നാൽ എന്ത്? ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന ഊർജം അഥവാ ശക്തി ആണ് പ്രാണൻ. ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന ഊർജം അഥവാ ശക്തിയാണ് പ്രാണൻ. വായു ശരീരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അത് വെറും കാറ്റ്. വായു ശരീരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അത് വെറും കാറ്റ്. വായു ശരീരത്തിനകത്തേക്ക് പോകുമ്പോഴാണ് പ്രാണൻ. ശരീരത്തിനകത്തേക്ക് വായു പോകുമ്പോൾ പ്രാണൻ. അതായത് ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവെന്താണ്? ഈ പ്രാണന്റെ പ്രവർത്തനമാണ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ശ്വാസം എടുക്കുന്നു, വിടുന്നു, അപ്പോഴേ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയാം. ഒരാൾ മാത്രം എല്ലാ ജീവികളുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ആ പ്രാണശക്തി വരികയും പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നോക്കുന്നത്. അല്ലെ, ഏറ്റവും പെട്ടെന്ന് നോക്കുന്നതാണല്ലോ ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോ പ്രാണൻ പോയി എന്ന് പറയുമ്പോ എന്താ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കണമെന്നറിയാവോ? സൂക്ഷ്മ ശരീരം പോയി എന്നാണ് അർത്ഥം. ഒരാളുടെ പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം പോയി എന്നാണ്. കാരണം സൂക്ഷ്മ ശരീരത്തിനകത്ത് പ്രാണൻ ആണ് സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു പ്രധാന ഭാഗം. അപ്പൊ പ്രാണൻ പോയി എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരം പോയി. ഇനി 5 തരം പ്രാണനുണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. അപ്പൊ ഇവിടെ പറയുന്നത് പ്രാണൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നിശ്വസിക്കുന്ന വായു, പ്രാഗമനവാൻ വായു എന്നാണ് ഇവിടെ ഗ്രന്ഥത്തിൽ പറയുന്നത്. പ്രാഗമനവാൻ വായു, പുറത്തേക്ക് പോകുന്ന വായുവിനെയാണ് ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നത് പ്രാഗമനവാൻ വായു. അതിനെ പ്രാണൻ എന്ന് പറയുന്നു. അപാനൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എടുക്കുന്നതിനാണ് അപാനവായുവാണ്. അകത്തേക്ക് എടുക്കുമ്പോൾ അത് അപാനവായു. പിന്നെ ശരീരം മുഴുവൻ ഈ വായു സഞ്ചരിക്കുന്നുണ്ട്. ഈ രക്തത്തെ എല്ലാം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് വ്യാനൻ. അത് വായുവാണ് ചെയ്യുന്നത്. വായുവാണ് തള്ളിവിടുന്നത്. അങ്ങനെ ആ വായുവിനെ വ്യാനൻ എന്ന് പറയുന്നു. പിന്നെ ഈ ഡൈജസ്റ്റീവ് പ്രോസസ്, അതായത് കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുക, അതിനെ ജീർണിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രഷർ കൊടുത്ത് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. വയറിനകത്ത് ഒരു പ്രഷർ കൊണ്ടാണ് ഈ കുടൽ ഇങ്ങനെ ഞെങ്ങി ദഹനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് എന്താ പറയാ, നമ്മൾ ഈ ബ്ലാഡർ പ്രവർത്തിക്കുന്ന പോലെ അമങ്ങുകയും വലുതാവുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് ആ പവർ, അതൊരു സമാനൻ എന്ന് പറഞ്ഞ വായുവിന്റെ ശക്തി കൊണ്ടാണ് ഈ കുടൽ ചുരുങ്ങിയും വലുതായും ചെയ്ത് ഈ ദഹനശക്തി നടക്കുന്നത്. അല്ലെ? അപ്പൊ ദഹിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? എത്ര കട്ടിയുള്ള ആഹാരം കഴിച്ചാലും എങ്ങനെയാ ദഹിക്കുന്നത്? ഈ സമാനവായു ഇതിന്റെ ഭിത്തികളിൽ പ്രവർത്തിച്ച് ആണ് ഈ കുടലിൽ കൂടി ഇത് ദഹനമായിട്ട് നടക്കുന്നത്. പിന്നെ വരുന്നു ഉദാനൻ, ശരീരത്തെ സംരക്ഷിക്കാൻ. അതൊരു വളരെ ഒരു രസകരമായിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് പറ്റാത്ത എന്തെങ്കിലും നമ്മൾ കഴിച്ചാൽ സാധാരണ നിലയ്ക്ക് ഉടനെ വൊമിറ്റ്, ദഹനക്കേടുണ്ടായാൽ വൊമിറ്റ്, അകത്ത് ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് ശരീരത്തിന് തോന്നിയാൽ അതിനെ എങ്ങനെയെങ്കിലും വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കും. അങ്ങനെ കഫക്കെട്ട് കൂടുതലുണ്ടെങ്കിൽ കഫം അകത്ത് പോകുമ്പോൾ ശരിയാവില്ല, ഡൈജഷൻ നടക്കത്തില്ല, അപ്പൊ അതിനെയും തള്ളിക്കളി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാതെ മുഴുകിക്കഴിഞ്ഞാൽ അതും ചിലപ്പോൾ അങ്ങനെ ഛർദ്ദിച്ചു വരുന്നതാണ്. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഭക്ഷണം, ശരീരത്തിന് കേടായിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പോ അതിന് സഹായിക്കുന്ന ഒരു വായുവാണ് ഉദാനൻ. ശരീരത്തെ സംരക്ഷിക്കലാണ് പുള്ളിയുടെ ചുമതല. അപ്പോ റിവേഴ്സായി പ്രവർത്തിക്കാനുള്ള ഒരു ശക്തിയുണ്ട്, റിവേഴ്സ് പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട് അദ്ദേഹത്തിന്, ഉദാനന്. കണ്ണീര്
കണ്ണീരെങ്ങനെയാ? കണ്ണിലൊരു കരട് പോയി കഴിഞ്ഞാൽ കണ്ണീര് വന്നാലേ ആ കരട് പുറത്തേക്ക് പോകുള്ളൂ. അപ്പൊ അങ്ങനെ അതിനെ എപ്പോഴും ഇങ്ങനെ നനവുള്ളതാക്കി നിലനിർത്തുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഉദാനവായുവിന്റെ സഹായത്തോടെയാണ്. ഒരു ഡിഫെൻസീവ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ മരണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ മരണം എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന്, നമ്മൾ പഠിച്ചു സ്ഥൂല ശരീരം എന്താണ്, സൂക്ഷ്മ ശരീരം എന്താണെന്ന് പഠിച്ചു. സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തെ പൂർണ്ണമായി പുറത്ത് എടുക്കുന്നതാണ് മരണം. അതാരാണ് ചെയ്യുന്നത്? ഉദാനനാണ് ചെയ്യുന്നത്. ഉദാനൻ 100% വർക്ക് ചെയ്ത്, നേരത്തെ വോമിറ്റിംഗ് ചെയ്ത പോലെ ശരീരത്തിലെ എല്ലാ പ്രാണനെയും, സൂക്ഷ്മ ശരീരത്തെ മൊത്തം പുറത്തേക്ക് തള്ളിവിടുന്ന ആളാണ്, പുറത്തേക്ക് എടുക്കുന്ന ആളാണ് ഉദാനൻ. അദ്ദേഹമാണ് 100% ഉദാനന്റെ വർക്ക് അവിടെ നടക്കും. ഉദാനന്റെ 100% വർക്ക് അവിടെ നടക്കും. അപ്പൊ അദ്ദേഹം ആണ് ഈ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി വോമിറ്റിംഗ് ചെയ്ത പോലെ തന്നെ എപ്പോഴാണോ ഈ ശരീരം പ്രവർത്തനക്ഷമമല്ലാതായി ഇനി ഈ ശരീരത്തെ വിടണം എന്ന് ഉള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്, ആ സമയം ഈ ശരീരം ഇനി പ്രവർത്തിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു സംഭവം വരുന്ന സമയത്ത് ഈ എല്ലാ സൂക്ഷ്മ ശരീരത്തെയും പുറത്തേക്ക് മാറ്റി എടുക്കുന്ന ആളാണ് ഈ ഉദാനനാണ് ഇതിന് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളുടെ കർമ്മേന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രാണശക്തി അത്യാവശ്യമാണ്. ഗായത്രി ജപിക്കുന്നതിൽ ഒരു തരത്തില് ഗായത്രി പ്രാണശക്തിയെ കൂട്ടും എന്ന് പറയുന്നത്. ഗായത്രി ജപം കൊണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കർത്ഥമല്ല, അതിന്റെ ജപം കൊണ്ടുണ്ടാകുന്ന വലിയ അർത്ഥങ്ങളിൽ ഒന്നാണ് ഗായത്രി പ്രാണശക്തിയെ വർദ്ധിപ്പിക്കും എന്നുള്ളത്. അപ്പോ കർമ്മേന്ദ്രിയ പ്രവർത്തനങ്ങളെ, ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് പ്രാണശക്തി നിർബന്ധമാണ്. പ്രാണശക്തി ഇല്ലെങ്കിൽ ഇവയൊന്നും വർക്ക് ചെയ്യില്ല. ഇനി മനസ്സ്, ബുദ്ധി, ഇത് രണ്ടും ഇവിടെ പറഞ്ഞിട്ടില്ല, ഇതും കൂടെ നമുക്ക് നോക്കണം. മനസ്സും ബുദ്ധിയും. മനസ്സ്, ബുദ്ധി, ഇത് രണ്ടും ഒരു തരം ചിന്തകളിൽപ്പെട്ടതാണ്. എങ്ങനെയുള്ള ചിന്തകളാണ്? മനസ്സ് സങ്കല്പ വികൽപ്പാത്മകം മനഃ എന്നാണ് പറയുന്നത്. സങ്കല്പ വികൽപ്പാത്മകം മനഃ, മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം സങ്കല്പ വികൽപ്പാത്മകം മനഃ. സങ്കല്പം, വികല്പം, അതായത് ഏത് ശരി ഏത് തെറ്റ്, അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനമില്ലാതെ നടക്കുന്ന ആ അവസ്ഥയ്ക്ക് ചിന്തകൾക്ക് മനസ്സെന്ന് പറയും. രണ്ടും ഉണ്ടാവും അവിടെ. നല്ലത് തെറ്റ്, നല്ലത് തെറ്റ്, ധർമ്മം അധർമ്മം, ഇങ്ങനെ എല്ലാം ചിന്തകൾ മാറി 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 എല്ലാതരം ചിന്തകൾ അവിടെ വന്നുകൊണ്ടേയിരിക്കും. അതിന് മനസ്സെന്ന് പറയും. സങ്കല്പ വികല്പം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും അവിടെ. അതിൽ നിന്ന് ശരിയും തെറ്റും ഒക്കെ നോക്കി വിവേകം ഉപയോഗിച്ച് ഒരു നിശ്ചയം ചെയ്യുമ്പോൾ അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നിശ്ചയം ചെയ്യുന്നത്, ഈ ഒന്നും തീരുമാനിക്കാൻ പറ്റാതിരിക്കുന്ന, രണ്ട് സൈഡിലേക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളില് ഒരു നിശ്ചയം വരുമ്പോൾ അതിന്റെ പേരാണ് ബുദ്ധി. അനുഭവങ്ങൾ മനസ്സിൽ ഉണ്ടാകുന്നു, തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് ബുദ്ധി. അനുഭവങ്ങൾ മനസ്സിലാണ് ഉണ്ടാകുക, തീരുമാനമെടുക്കുന്ന ആളാണ് ബുദ്ധി. ഇങ്ങനെ ഇതെല്ലാം കൂടെ 17 ഈ 17 ചേർക്കുമ്പോഴാണ് സൂക്ഷ്മ ശരീരം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 17 കൂടെ ചേർന്നാലേ സൂക്ഷ്മ ശരീരമാവുകയുള്ളൂ. സൂക്ഷ്മ ശരീരം കിം എന്ന് പറഞ്ഞ സ്ഥലത്ത് അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം സൽക്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗസാധനം പഞ്ചജ്ഞാനേന്ദ്രിയാണി പഞ്ചകർമ്മേന്ദ്രിയാണി പഞ്ചപ്രാണാദയ മനശ്ചൈകം ബുദ്ധിശ്ചൈക എല്ലാം വന്നു. ഏവം സപ്തദശാകലാഭിഹി സഹ യത്തിഷ്ഠതി തത് സൂക്ഷ്മശരീരം എന്ന് പറഞ്ഞു. അപ്പോ സപ്തദശാകലാഭിഹി, ഈ പറഞ്ഞ 17 നമ്മൾ ഇവിടെ നോക്കി. മനസ്സെന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ ധാരാളം ചിന്തകൾ പുറകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനസ്സ്. അതില് നിശ്ചയം വെച്ച് ഇന്നത് എന്നൊരു നിശ്ചയം എടുത്ത് തീരുമാനമെടുക്കുമ്പോൾ അവിടെ ബുദ്ധിയായി, ബുദ്ധി പ്രവർത്തിച്ചു. അങ്ങനെ 17 കൂടെ ചേരുമ്പോൾ സൂക്ഷ്മ ശരീരമായി.
അടുത്തതായിട്ട് വരുന്നത് കാരണശരീരം കിം എന്നുള്ളതാണ്. അടുത്തതായി വരുന്നു കാരണശരീരം കിം അനിർവാച്യ അനാദി അവിദ്യാരൂപം. അനിർവാച്യ അനാദി വിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം. സത്സ്വരൂപ അജ്ഞാനാത്, ജ്ഞാനമല്ല, സത്സ്വരൂപ അജ്ഞാനാത് നിർവികൽപരൂപം കാരണശരീരം കിം അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപകരൂപം യദസ്തി തത് കാരണശരീരം. ഒന്നുകൂടെ പറയാം. കാരണശരീരം കിം അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനാത് നിർവികൽപകരൂപം യദസ്തി തത് കാരണശരീരം. അജ്ഞാനാത് എന്നാണ് ഞാൻ 1-2 പ്രാവശ്യം അജ്ഞാനം എന്ന് പറഞ്ഞു തോന്നുന്നു. സത്സ്വരൂപ അജ്ഞാനാത് നിർവികൽപരൂപം. രണ്ട് പ്രിന്റിങ് അവിടെ ഇവിടെ രണ്ടെണ്ണത്തില് വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. അജ്ഞാനം എന്ന് മതി. അജ്ഞാനം എന്ന് തന്നെയാ ശരി. രണ്ട് പ്രിന്റ് ഉണ്ട്. അജ്ഞാനം എന്നുള്ളതാണ് കുറച്ചുകൂടെ ശരി. അപ്പൊ അത് നമുക്ക് എടുക്കാം. അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സ്വസ്വരൂപാജ്ഞാനം അങ്ങനെയാ കിടക്കുന്നത്. അജ്ഞാനം എന്ന് തന്നെയാ കിടക്കുന്നത്. സ്വസ്വരൂപാജ്ഞാനം. സംസ്കൃതത്തിലും വേറൊരു, മലയാളത്തിൽ വേറെ 1-2 നോക്കിയപ്പോ പലതിലും പല രീതിയിലായിരിക്കണേ. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ സംസ്കൃതത്തിലുള്ളതാണ്. സൽസ്വരൂപ അജ്ഞാനം നിർവികൽപ രൂപം യദസ്തി തത് കാരണശരീരം. ഇപ്പോ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതെന്താണ് എന്നൊന്ന് നോക്കാം. ചിത്തം എന്നാൽ ഓർമ്മകളായിട്ടാണ് അവിടെ പറയുന്നത്. ആ കൂട്ടർ പറയുന്നത് ചിത്തം എന്നാൽ ഓർമ്മകൾ, മെമ്മറീസ് എന്ന് പറയുന്നു. എന്തിന്റെ ഓർമ്മ? അനുഭവത്തിന്റെ ഓർമ്മയാണ് ചിത്തമായിട്ട് അവിടെ അവർ പറയുന്നത്. അനുഭവത്തിന്റെ ഓർമ്മയെ സംസ്കാരങ്ങളായി അവ പതിഞ്ഞിരിക്കുന്നു. സംസ്കാരങ്ങളായിട്ട് അകത്ത് പതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് നാം ജീവിതം നയിക്കാറുണ്ട് എന്ന് പലരും പറയും. ഓർമ്മകളെ ഇല്ലേ, അങ്ങനെയുണ്ടല്ലോ. ഞാനിങ്ങനെ പലതും ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കും. എങ്ങനെയാ സമയം പോണേ? പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും, ഓർത്തിരിക്കും. അങ്ങനെ അതിലിങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയാണ്, സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചിത്തത്തിൽ നിന്നാണ് അത് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ആ മെമ്മറീസ് കിട്ടുന്നത് ചിത്തത്തിൽ നിന്നാണ്. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് അകത്ത് സംസ്കാര രൂപേണ അകത്ത് പതിഞ്ഞിരിപ്പുണ്ട്. അതിനെ താലോലിച്ചുകൊണ്ടൊക്കെ ആൾക്കാര് ഇങ്ങനെ ഇരിക്കാറുണ്ട്, പ്രായമായവര്. അഹങ്കാരം എന്നാലോ സാധാരണയായി ഈഗോ അല്ലെങ്കിൽ ഗർവം, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ അർത്ഥമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊരു ചിന്ത ഈ 3 ശരീരങ്ങളെ, ഏത് ശരീരങ്ങളെ? നമ്മളിപ്പോ പഠിച്ച സ്ഥൂല, സൂക്ഷ്മ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാരണ ശരീരങ്ങളെ, ഈ 3 ശരീരങ്ങളെ ഞാൻ എന്ന് വിചാരിക്കുന്നുവോ ആ വിചാരത്തിന്, ആ ചിന്തയ്ക്ക് അഹങ്കാരം എന്ന് പറയും. ചുമ്മാ ഗർവ എന്നുള്ള രീതിയിലെ മീനിങ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. സ്ഥൂല ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുക, സൂക്ഷ്മ ശരീരത്തെ സ്വപ്നം കാണുമ്പോൾ, സൂക്ഷ്മ ശരീരം കൊണ്ട് സ്വപ്നമൊക്കെ കാണുമ്പോൾ അത് ഞാൻ എന്ന് വിചാരിക്കുക. കാരണ ശരീരം നിദ്രയിൽ സുഷുപ്തിയിൽ പോയിട്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന അവിടത്തെയും ഞാൻ. അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലത്തിലുമുള്ള ഞാൻ എന്ന് ആരാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഞാനിനെയാണ് അഹങ്കാരം. ഈ 3 ശരീരങ്ങളെയും ഞാൻ എന്ന് കരുതുന്ന ആളെ അഹങ്കാരം എന്ന് പറയുന്നത്. അതിനെയാണ് ആ തോന്നലിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതായത് അനാത്മാവായ 3 ശരീരം. ഈ 3 ശരീരങ്ങളും ആത്മാവല്ലല്ലോ, പറഞ്ഞല്ലോ, അനാത്മാവാണ്. ആ അനാത്മാവായ 3 ശരീരത്തെ
ഞാൻ എന്ന് ചിന്തിക്കുന്ന ചിന്തയാണ് അഹംകാരം. ഇനി ഇവിടെ നമുക്കിതിന്റെ ആ കാരണ ശരീരം കിം എന്ന് പറഞ്ഞപ്പോ അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപക രൂപം യദസ്തി തത്കാരണ ശരീരം എന്ന് പറഞ്ഞതില് ആദ്യം നോക്കാൻ പോകുന്നത് ശരീരദ്വയസ്യ കാരണമാത്രം എന്നതിനെയാണ് ഇവിടെ ഗുരുനാഥൻ ആദ്യം വിശദീകരിക്കുന്നത്. ശരീരദ്വയസ്യ കാരണമാത്രം എന്ന ഭാഗത്തെയാണ്. എന്താണ് നമുക്ക് നോക്കാം. നേരത്തെ വിവരിച്ച രണ്ട് ശരീരങ്ങൾക്കും കാരണമായത്, അതായത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായി മാത്രം ഇരിക്കുന്നത് ആണ് എന്താ? കാരണ ശരീരം. ശരീരദ്വയസ്യ കാരണമാത്രം, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായി മാത്രം ഇരിക്കുന്നത്, സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും കാരണമായ എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ. കാരണമായ എന്തോ ഒന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. അതാണ് കാരണ ശരീരം. സ്ഥൂല ശരീരം പഞ്ചഭൂതത്തിൽ നിന്ന്, അല്ലെ? സ്ഥൂല ശരീരം ഉണ്ടായത് പഞ്ചഭൂതത്തിൽ നിന്ന്. എങ്ങനെ? അതിന് കാരണം സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരമോ അപഞ്ചീകൃത സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായി. അതും പഠിച്ചു നമ്മൾ. സൂക്ഷ്മ ശരീരം അപഞ്ചീകൃത സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന് ഉണ്ടായി. അതിന് എന്ത് കാരണം എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. അങ്ങനെ അപഞ്ചീകൃത സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോ ആ അപഞ്ചീകൃത സൂക്ഷ്മ പഞ്ചഭൂതത്തിന് എന്ത് കാരണം? അത് ഒരു കാരണത്തിൽ നിന്ന് വന്നു. അതുകൊണ്ടാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. ഒരു കാരണത്തിൽ നിന്ന് വന്നതുകൊണ്ട് അതിനെ കാരണ ശരീരം എന്ന് പറയുന്നു. ഇപ്പോ മകൻ, അച്ഛൻ, മുത്തച്ഛൻ, അപ്പോ അങ്ങനെ ആ ഒരു നമ്മൾ നോക്കുമ്പോ അതിലെ കാരണം എങ്ങനെയാ? ഓരോരുത്തർക്കും കാരണം ആരായിരിക്കും? മകന് കാരണം അച്ഛൻ, അച്ഛന് കാരണം മുത്തച്ഛൻ. അതുപോലെ കാരണ ശരീരം സ്ഥൂല ശരീരത്തിന് മുത്തച്ഛനെ പോലെ എന്ന് പറയുന്നു. കാരണ ശരീരം സ്ഥൂല ശരീരത്തിന് മുത്തച്ഛനെ പോലെ എന്ന് പറയുന്നു. കാരണത്തിൽ നിന്ന് സൂക്ഷ്മ പഞ്ചഭൂതം, ആദ്യം കാരണം, അതിൽ നിന്ന് സൂക്ഷ്മ പഞ്ചഭൂതം, സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം, സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതം, സ്ഥൂല പഞ്ചഭൂതത്തിൽ നിന്ന് സ്ഥൂല ശരീരം, സ്ഥൂല പഞ്ചഭൂതത്തിൽ നിന്ന് സ്ഥൂല ശരീരം. അപ്പോൾ കാരണമായി എന്തോ ഒന്നുണ്ടല്ലോ, അല്ലാതെ ഇങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോ നമുക്കൊരു മനസ്സുണ്ട്, അല്ലെ? നമുക്കൊരു മനസ്സുണ്ട്. അത് ഏതിൽ നിന്നോ ഉണ്ടായതാണ്. മനസ്സുണ്ടല്ലോ സൂക്ഷ്മമായിട്ട്, അത് ഏതിൽ നിന്നോ ഉണ്ടായതാണ്. ഏതിൽ നിന്നാണ്? അതാണ് കാരണ ശരീരം. അതുണ്ടായത് കാരണ ശരീരത്തിൽ നിന്നാണ്. മനസ്സിനെ ഉണ്ടാക്കിയ ആൾ ആണ് കാരണ ശരീരം. മനസ്സിനെ ഉണ്ടാക്കിയ ആൾ. ഇപ്പൊ തൽക്കാലം അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വിശദീകരണം ഉണ്ട് ഇതിന്. ശാസ്ത്രത്തിൽ ഒരുപാട് ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ തത്വബോധത്തിൽ ഇപ്പൊ കടന്നു പോകുന്ന ഭാഗത്തില് ഇപ്പോ തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. മനസ്സിനെ ഉണ്ടാക്കിയ ആള് എന്ന് മനസ്സിലാക്കുക എന്നാണ് ഇപ്പൊ പറയുന്നത്. കൂടുതൽ നമുക്ക് പിന്നെ പഠിക്കാം എന്നും പറയുന്നു. ഇനി കാരണ ശരീരത്തിന്റെ തന്മയെ കുറിച്ച് പറയുന്നു. അതിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ തന്മ, അതിനെ ഇപ്പോഴും അതും വളരെ ലളിതമായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ ഈ തത്വബോധത്തിന്റെ ഈ ഭാഗത്തില്. അതും പിന്നീട് വിശദമായി കൂടുതൽ വരും മുന്നോട്ട് പോകുമ്പോ. വേദാന്തത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഭാഗമാണ് ഈ കാരണ ശരീരത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പൊ തന്നെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. അത് പിന്നീട് വിശദമാക്കി നമ്മളെ മനസ്സിലാക്കി തരും ഗുരുനാഥന്മാരെ. അപ്പോൾ ഏറ്റവും പ്രയാസമുള്ള ഭാഗമാണ് സൂക്ഷ്മ ശരീരം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. പെട്ടെന്നല്ല, നമുക്ക് കുറച്ച് ആലോചിച്ചാൽ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്, സ്വപ്നത്തിലെ അവയവങ്ങളൊക്കെ ഏതാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത് സ്ഥൂല ശരീരത്തിൽ നമ്മൾ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് സൂക്ഷ്മ ശരീരമാണ്. ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നടക്കുന്നതായിട്ടും പോകുന്നതായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, ബുദ്ധിമുട്ടില്ല. പക്ഷെ കാരണ ശരീരത്തെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് പിന്നീട് വിശദമാക്കി തരും എന്ന് ഇവിടെ പറയുന്നുണ്ട്.
അപ്പോ ഭാവിയിൽ കൂടുതൽ വിശദമായിട്ട് നോക്കാം. ഇപ്പോ സിമ്പിൾ ആയിട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒരു മനസ്സ് ഉണ്ടായതിന്റെ എവിടുന്നാണോ ഉണ്ടായത് അതാണ്, മനസ്സിനെ ഉണ്ടാക്കിയ ആളാണ് കാരണ ശരീരം എന്ന് പറഞ്ഞ് ഇവിടെ തൽക്കാലം അങ്ങനെ പറയുന്നു. അടുത്ത പോയിന്റ് അത് ശരീരദ്വയസ്യ കാരണമാത്രം എന്ന് പറഞ്ഞ് അവസാനിച്ചു. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് പറയുന്നത് നിർവികൽപക രൂപം എന്ന ഭാഗത്തെയാണ് അടുത്തതായി വിശദീകരിക്കുക. നിർവികൽപക രൂപം, വികൽപ്പം എന്നാൽ ഡിവിഷൻ എന്നാണ്. വികൽപ്പം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഭാഗങ്ങളാക്കുക. അങ്ങനെ നിർവികൽപകമാണെന്ന് പറയുന്നു. അതായത് ഡിവിഷൻ ഇല്ല. ഈ കാരണ ശരീരത്തിന് വിഭജനം ഇല്ല. കാരണ ശരീരത്തെ വിഭജിക്കാൻ പറ്റില്ല, വിഭജനം ഇല്ലെന്നാണ് പറയുന്നത്. സ്ഥൂല ശരീരത്തില് വിഭജനമുണ്ട്. പല പാർട്ടുകൾ ഉണ്ടല്ലോ, പല ഡിവിഷൻസ് ഉണ്ടല്ലോ, പല ഭാഗങ്ങളുണ്ടല്ലോ സ്ഥൂല ശരീരത്തിന്. എന്തൊക്കെയാണ്? കയ്യകാല്, അങ്ങനെ പല പല അംഗങ്ങളില്ലേ? സൂക്ഷ്മ ശരീരത്തിലും ഉണ്ടല്ലോ. പക്ഷേ കാരണ ശരീരത്തിൽ അങ്ങനെ അതിനെ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടില്ല. മൊത്തം ഒന്ന് അത്രേ ഉള്ളൂ, ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടില്ല. ഇപ്പോ കണ്ണ്, കാല്, കയ്യ്, മൂക്ക്, നഖം, മുടി, ഇങ്ങനെ പലതുണ്ട്. എന്തെല്ലാം ഉണ്ട് സ്ഥൂല ശരീരത്തില്? കുറേ വിഭജനം നടന്നിട്ടുണ്ട്. സ്ഥൂല ശരീരത്തിൽ ധാരാളം ഡിവിഷൻസ് ഉണ്ട്. സ്ഥൂല ശരീരത്തില് ഇനി നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, മരങ്ങളിൽ വികല്പമുണ്ടല്ലോ. ഇല, തണ്ട്, തൊലി, തടി, വേര്, കായ, ഫലം, അങ്ങനെ അതിന് ഒരുപാട് പൂവ്. മരങ്ങളിലും വികല്പമുണ്ട്, ജീവികളിലും വികല്പമുണ്ട്. എല്ലാ ജീവികളിലും വികല്പം നമുക്ക് കാണാം. ആ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ അതിനെ ഒരുപാട് പാർട്ടായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഒരു വിത്ത് പരിശോധിച്ചാൽ ആ ചെടിയുടെ അല്ലെങ്കിൽ ആ മരത്തിന്റെ വികല്പം അതിൽ കാണുമോ? ഇതാണ് ഇവിടെ സൂക്ഷ്മ ശരീര, ഈ കാരണ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. മരങ്ങളിലും വികല്പമുണ്ട്, ജീവികളിലും വികല്പമുണ്ട്, പാർട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട് പറയും. നമുക്കറിയാം. ഒരു വിത്ത് എടുത്ത് പരിശോധിച്ചാൽ ആ ചെടിയുടെ അല്ലെങ്കിൽ ആ മരത്തിന്റെ വികല്പങ്ങള് അതിനകത്ത് കാണാൻ പറ്റുമോ? ഒരു കുഞ്ഞു വിത്തിനകത്ത്, ഒരു നെല്ലിനകത്ത് ചെടിയുടെ എന്തെങ്കിലും കാണുമോ? ഇല്ല. ഒരു ആൽമരത്തിന്റെ വിത്ത്, ഉദാഹരണം പറയുന്നത് സാധാരണ ഉപനിഷത്തുക്കളൊക്കെ ആൽമരത്തിന്റെ വിത്ത് പറയും. അതിനകത്ത് നോക്കുമ്പോ എന്തെങ്കിലും കാണുമോ വികല്പങ്ങള്? മരത്തിന്റെ തണ്ട്, ഇല, പൂവ്, കായ ഒന്നും കാണത്തില്ല. ഒരു വിത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ പുറത്ത് ഒരു മരം എന്ന ആ രൂപത്തെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു ശക്തി ആ വിത്തിനകത്തുണ്ട്, ഇല്ലേ? പുറത്ത് കാണുന്ന ഒരു എന്താ പറയാ, ആലിന്റെ വിത്തെടുത്തു, ആ വിത്തിനകത്ത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആ വിത്തിനകത്ത് ഒരു ശക്തി ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എന്താണ്? അത് നട്ടു കഴിഞ്ഞാൽ മുളച്ച് അത് വലിയൊരു മരമാകും. അപ്പൊ ഇത്രയും വലിയ മരമാകാനുള്ള ഒരു ശക്തി, ഒരു കരുത്ത്, ഒരു എനർജി അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏത് വിത്തിലും അതിനെ പൂർണ്ണരൂപത്തിലുള്ള വലിയ ഒരു മരമാക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ ആ വിഭാഗത്തിലെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശക്തി അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ശക്തി വിത്തിനകത്തുണ്ട് എന്നത് തീർച്ചയാണ്, ഉറപ്പാണ്. അങ്ങനെ ശക്തി അതിനകത്തുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ ആ വിത്തിൽ അന്തർലീനമായിരിക്കുന്നു. ശരിയല്ലേ? ഓരോ മരത്തിന്റെ വിത്തിലും ആ മരത്തിന്റെ സ്പെഷ്യാലിറ്റീസ് പോലും ഇതിനകത്ത് അന്തർലീനമാണ്. ഏതെടുത്താലും അതിന്റെ സർവശക്തികളും ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് വിത്തിൽ മരം നിർവികൽപ്പമായിട്ടുണ്ട്. ആ വാക്ക് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. നിർവികൽപ്പമായിട്ട് വിത്തിനകത്ത് ആ മരം ഉണ്ട്. ഓരോ വിത്തിനകത്തും അതിൽ നിന്ന് ഉണ്ടാകേണ്ടതായ ആ വലിയ മരം അത് നിർവികൽപ്പമായിട്ട് അവിടെ ഉണ്ട്. മരത്തിന് കാരണം എന്താണ്? വിത്ത്. അപ്പോ ഏത് മൂലകാരണത്തിനും ആ നിർവികൽപകം ആയിരിക്കും. അത് പറയാനാണ് ഇത് പറഞ്ഞത്. മരത്തിന് കാരണം വിത്ത്. അതുപോലെ ഏത് പുറത്ത് പ്രപഞ്ചത്തിൽ കാണുന്ന ഏതിനും വിത്ത് ഉണ്ട്. ആ വിത്ത് മൂലകാരണമാണ്. ആ മൂലകാരണത്ത്
നിർവികൽപകം ആയിരിക്കും. ആ മൂല കാരണം എപ്പോഴും നിർവികൽപകമായിരിക്കും, ഏതിനെ എടുത്താലും. ആഴ്ന്ന ഉറക്കത്തില്, ഗാഠനിദ്രയില് നാം നമ്മുടെ കാരണ ശരീരത്തിൽ അടങ്ങി ഇരിക്കുന്നു. അതിലാണ് അടങ്ങുക. സ്വപ്നാവസ്ഥയും കഴിഞ്ഞ് അടുത്തതില് കാരണ ശരീരത്തിലേക്ക് നമ്മളങ്ങനെ അടങ്ങിപ്പോവും. എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങി 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 ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ ചേർന്ന് കാരണ ശരീരത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ഗാഠനിദ്ര. സ്ഥൂലം വിട്ടു, സൂക്ഷ്മം വിട്ടു, എല്ലാം ഉപേക്ഷിച്ച് കാരണ ശരീരത്തില് പറ്റിച്ചേർന്നിരിക്കുന്നൊരു അവസ്ഥയിലാണ് എന്താ പറയുക, ആഴ്ന്ന ഉറക്കം. അപ്പൊ കാരണ അവസ്ഥയിൽ വികല്പമില്ലാതെ ഇരിക്കുന്നു. വികല്പം, നമ്മൾ അവിടെ വികല്പമില്ലാതെ ഇരിക്കുന്നേ. ആ അവസ്ഥയില് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, അതിനറിയുന്നില്ല, മനസ്സ് പോലും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ? വികല്പമില്ലല്ലോ. വികല്പമുണ്ടെങ്കിൽ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നത്തിൽ വരും. അതൊന്നുമില്ല അവിടെ. ഗാഠനിദ്രയില് വികല്പമേ ഇല്ല, നോ ഡിവിഷൻസ്. ഒരു ഡിവിഷനും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ആഴ്ന്ന ഉറക്കം. അപ്പൊ ഒരു ബീജാവസ്ഥ, ശരിക്കും പറഞ്ഞാൽ ഒരു ബീജാവസ്ഥയിലാണ് ആഴ്ന്ന ഉറക്കത്തില് ഇരിക്കുന്നത്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി മതി. ഇതിന്റെയൊക്കെ വേറെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് പിന്നീടുണ്ട്, നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ തൽക്കാലം നോക്കുമ്പോൾ ആഴ്ന്ന ഉറക്കത്തില് നിർവികൽപമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് വിത്ത്. ഈ ഉടൽ, ശരീരം, മനസ്സ് ഒന്നും നമ്മൾ ആ സമയത്ത് അറിയുന്നില്ല. നിർവികൽപമായി അവിടെ ഇരിക്കുന്നു. ഒന്നും അറിയുന്നില്ല, നിർവികൽപമായിട്ട് അവിടെ ഇരിക്കുന്നു. മരം വികല്പമില്ലാതെ ഇരിക്കുന്നത് വിത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണ് ആഴ്ന്ന ഉറക്കത്തില് നമ്മളും ഇരിക്കുന്നത്. ആഴ്ന്ന ഉറക്കത്തില് നമ്മളും ഇരിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. ഇന്ന് നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. ഇനി ഇതിനകത്ത് നോക്കാനുള്ള, വിശദമായിട്ട് നോക്കാനുള്ള 2-3 ഭാഗങ്ങളുണ്ട്. അനിർവാച്യ അനാദി അവിദ്യാരൂപം എന്നുള്ളത് നോക്കണം. അതിന് കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പിന്നെ സത്സ്വരൂപ അജ്ഞാനം എന്നുള്ളത് നോക്കണം. അവിദ്യാരൂപം നോക്കണം. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ കാരണ ശരീരം കിം എന്നുള്ളത് ഒന്നുകൂടെ ചൊല്ലാം. അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപകരൂപം യദസ്തി തത്കാരണ ശരീരം. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിക്കുന്നു. ഈ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ സൂക്ഷ്മ ശരീരത്തെയൊക്കെ കുറിച്ച് പഠിക്കുന്നത്. ഏതായാലും ഭഗവാൻ അതിനൊരു വഴി വെച്ചിരിക്കുന്നു. കുറച്ചെങ്കിലും എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. കൂടുതലായിട്ട് ഇതേ ഗ്രന്ഥത്തിൽ തന്നെ കൂടുതലായിട്ട് ഇതിനെ പറയും എന്ന് പറയുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ. ഏതായാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് മനസ്സിലാക്കി പോകാനും, അതിനുശേഷം ഈ ബേസിൽ കൂടുതൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതിനാണ് തത്വബോധത്തിൽ കൂടെ തന്നെ പോകണം എന്ന് നിർബന്ധമായിട്ട് എല്ലാവരും പറയുന്നത്. വളരെ ശരിയാണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത്രയും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നേരെ ഉപനിഷത്തിൽ പോയത്. ഏതായാലും ഇനിയിപ്പോ ഇത് കുറെ കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ഓരോരോ ടെക്നിക്കൽ ടേംസും. ഇപ്പൊ സ്ഥൂല ശരീരം എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് പിക്ചർ ക്ലിയർ ചെയ്തത്. സൂക്ഷ്മ ശരീരം എന്താണ് എന്നിപ്പോൾ നമുക്ക് നല്ല പിക്ചറായി. ഇനി അതുപോലെ കാരണ ശരീരവും കുറെ കൂടെ കഴിയുമ്പോൾ കുറെ കൂടെ വ്യക്തമാവും. ഇപ്പൊ തൽക്കാലം മനസ്സ് എന്ന് മാത്രമുള്ള ഒരു രീതിയിലേക്ക് വന്നു. ഇപ്പൊ അതാ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വിത്ത് ആണ് കാരണ ശരീരം. എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയാണ്, ഒന്നും പ്രകടമാകാതിരിക്കുന്ന ഒരവസ്ഥയാണ്, വിഭജനമില്ലാത്ത അവസ്ഥയാണ് എന്ന് വരെ ഇപ്പൊ നമ്മൾ നോക്കി. ഒരു വിത്തിന്റെ ഉദാഹരണമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഭാഗ്യം. ഇനിയും മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സായിരാം സർ. ശരിക്കും നല്ല we need real concentration to understand a little bit. ഒരു കടുക് മണി അളവ് മനസ്സിലാക്കാൻ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം സർ, അല്ലെങ്കിലേ